എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ മൊഡ്യൂൾ 3 വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ICDSൻ്റെ ഒരുപാട് ടോപ്പിക്സ് മുന്നേ നമ്മൾ കവർ ചെയ്തതും പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിനെ പറ്റി നോക്കാം. It was enacted for the prevention and control of water pollution and maintaining and restoring the wholesomeness of the water. അതായത് വാട്ടർ പൊല്യൂഷൻ തടയുക, അതുപോലെ കൺട്രോൾ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇനാക്ട് ചെയ്തതാണ് ഈ ഒരു വാട്ടർ ആക്ട്. അങ്ങനെ ചെയ്തിട്ട് വാട്ടറിൻ്റെ ഒരു ഹോൾസംനെസ് റീസ്റ്റോർ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. The central and state pollution control boards have been constituted under Section 3 and 4 of the Act റെസ്പെക്റ്റീവ്ലി. അപ്പോൾ വാട്ടർ ആക്ട് 1974 കീഴിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതുപോലെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സെറ്റപ്പ് ചെയ്യുന്നത് വാട്ടർ ആക്ട് സെക്ഷൻ 3 പ്രകാരം, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾ സെറ്റപ്പ് ചെയ്യുന്നത് പൊല്യൂഷൻ ആക്ടിൻ്റെ സെക്ഷൻ 4 പ്രകാരമാണ്. The Central Pollution Control Board, a statutory organization, was constituted in September 1974 under the Water Prevention and Control of Pollution Act 1974. അപ്പോൾ ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ 1974 സെപ്റ്റംബറിലാണ് സെൻട്രൽ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. കാരണം അത് ഈ വാട്ടർ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് വഴി ഫോം ചെയ്തതാണ്. അപ്പോൾ ആക്ട് വഴി ഫോം ചെയ്യുന്ന ബോഡികളാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ എന്ന് പറയുന്നത്. അപ്പോൾ CPCB ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ്. വാട്ടർ ആക്ട് 1974 ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ട് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു CPCBനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, CPCB വാസ് എൻട്രസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എയർ ആക്ട് 1981. അതായത് പിന്നീട് ഈ CPCBയുടെ കാര്യങ്ങളുടെ പവർ എയർ ആക്ട് 1981 ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ അതിലേക്ക് മാറ്റി. ഇറ്റ്സ് ഫങ്ഷൻസ് അണ്ടർ Ministry of Environment, Forest and Climate Change and coordinates with the state pollution control boards and other agencies. ഈ ഒരു CPCB വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലാണ്. അതുപോലെ തന്നെ ഇതിനെ കോർഡിനേറ്റ് ഇതിന്റെ അടിയിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളും ബാക്കി ഏജൻസീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് CPCB ആണ്. ഇതിന് മുൻപ് 2 അമെൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ആക്ടിന്, 1978 1988. The act was amended in 1978 and 1988 to clarify certain ambiguities and vest more powers in the pollution control board. അപ്പോൾ ആദ്യം പുറത്തിറക്കിയ ആക്ടിലുണ്ടായ ചില മിസ്മാച്ചസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 1978 1988 ഈ ഒരു ആക്ട് അമെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ അമെൻമെന്റ് വഴി പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകൾക്ക് കൂടുതൽ പവർ ലഭിക്കുകയും ചെയ്തു. ഇനി റീസെന്റ് ആയിട്ട് 2024 വാട്ടർ ആക്ടിന് അമെൻമെന്റ് നടത്തിയിരുന്നു. അപ്പോൾ ആ അമെൻമെന്റ് ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ അമെൻമെന്റ് ബിൽ 2024. The Parliament recently passed the Water Amendment Act 2024. The recent amendment seeks to address certain shortcomings and adapt regulatory frameworks to കണ്ടംപററി നീഡ്സ്. അതായത് ഇപ്പോഴത്തെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ 2024 വാട്ടർ ആക്ടിന് അമെൻമെന്റിന് കൊണ്ടുവന്നിരിക്കുന്നത്. മേജർ അമെൻഡഡ് പ്രൊവിഷൻസ് ഏതൊക്കെയാണ്? ഡീക്രിമിനലൈസേഷൻ ഓഫ് മൈനർ ഒഫൻസസ്, അതായത് ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ ഡീക്രിമിനലൈസ് ചെയ്തു. എക്സംഷൻസ് ഫോർ സർട്ടൈൻ ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ്, അതായത് ചില വ്യവസായശാലകളിൽ നിന്നൊക്കെ
എന്താണ് വേസ്റ്റ് പുറന്തള്ളുന്നതിനുള്ള ഈ വാട്ടർ ബോഡീസിലേക്ക് വേസ്റ്റ് പുറന്തള്ളുന്നതിന് ചില എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. എൻഹാൻസ്ഡ് റെഗുലേറ്ററി ഓവർസൈറ്റ്, അതായത് കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ളതും ഈ ഒരു പ്രൊവിഷന്റെ അമെൻഡഡ് പ്രൊവിഷന്റെ ഭാഗമാണ്. അപ്പൊ ഇത്രയാണ് വാട്ടർ ആക്ട് അമെൻമെന്റ് ബിൽ 2024 കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പൊ അമെൻമെന്റ് വരെ ലാസ്റ്റ് 2024 സംഭവിച്ചിട്ടുണ്ട്. അത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മളിപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തു പോയ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അഥവാ CPCB കുറിച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. CPCB is a statutory organization which was constituted in September 1974 under Water Prevention and Control of Pollution Act 1974. ഇപ്പോൾ പറഞ്ഞതുപോലെ 1974 വാട്ടർ ആക്ടിന്റെ കീഴിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ് CPCB എന്ന് പറയുന്നത്. It was also entrusted with the powers and functions under the Air Act 1981. വാട്ടർ ആക്ടിന്റെ കീഴിൽ ഇത് ഫോം ചെയ്തെങ്കിലും പിന്നീട് 1981 എയർ ആക്ട് ഇതുപോലെ തന്നെ വന്നു. എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 വന്നു. അപ്പൊ ഈ ഒരു ആക്ടിന്റെ അണ്ടറിലും CPCB എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന് പവേഴ്സും ഫങ്ഷൻസും ഉണ്ട്. ഇറ്റ് സെർവ്സ് ആസ് എ ഫീൽഡ് ഫോർമേഷൻ ആൻഡ് ഓൾസോ provides technical service to the Ministry of Environment, Forest and Climate Change of provisions of Environment Protection Act 1986. ഈ ഒരു ആക്ട് പിന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു ആക്ടാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ടും ഈ ഒരു ബോർഡിന് പല രീതിയിലുള്ള ഫീൽഡ് ഫോർമേഷൻ, ടെക്നിക്കൽ സർവീസ് ഒക്കെ കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടി CPCBക്ക് ഉണ്ട്. അപ്പൊ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലാണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രധാനമായിട്ട് CPCBയുടെ 2 ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ടു പ്രൊമോട്ട് ക്ലെൻലിനെസ് ഓഫ് സ്ട്രീംസ് ആൻഡ് വെൽസ് ഇൻ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് സ്റ്റേറ്റ്സ് ബൈ പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ് അബേറ്റ്മെന്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. അതായത് പല രീതിയിലുള്ള സ്ട്രീമുകൾ, അരുവികൾ, പിന്നെ കിണർ, അതിൻ്റെയൊക്കെ പൊല്യൂഷൻ എല്ലാ രീതിയിലും പ്രിവെന്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അബേറ്റ്മെന്റ് ചെയ്യിക്കുക, അതായത് തടയുക, കൺട്രോൾ ചെയ്യിക്കുക, ശമിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് CPCBയുടെ ഒരു ഫംഗ്ഷൻ. പിന്നെ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എയർ ആൻഡ് ടു പ്രിവെന്റ്, കൺട്രോൾ ഓർ അബേറ്റ് എയർ പൊല്യൂഷൻ ഇൻ ദ കൺട്രി. ഇതേപോലെ തന്നെ എയർ പൊല്യൂഷന് കാരണമാകുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രിവെന്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അബേറ്റ് ചെയ്യുക. ആ രീതിയിൽ ചെയ്ത് ക്വാളിറ്റി ഓഫ് എയർ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രധാന ഫംഗ്ഷൻ. അപ്പോൾ വാട്ടറും എയറുമാണ് CPCB മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ CPCBക്ക് എന്താണ് സബായിട്ട് നമ്മൾ പറഞ്ഞല്ലോ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റികളും ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. SPCB അഥവാ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സപ്ലിമെന്റ് ദ CPCB as they are a statutory organization entrusted to implement environment laws and rules within the jurisdiction of a state. അതായത് CPCBയുടെ കീഴിലുള്ള SPCB എന്ന് പറയുന്ന ഇത്തരം ബോർഡുകൾ അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. അവരെന്താണ് അവരുടെ ഫംഗ്ഷൻ? ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ ജൂറിസ്ഡിക്ഷനിലുള്ള എൻവയോൺമെന്റൽ ലോസും റൂൾസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് SPCBയുടെ എയിം എന്ന് പറയുന്നത്. ഇനി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റീസ് PCC പെർഫോംസ് സിമിലർ ഫങ്ഷൻസ് ടു SPCB. The difference between the two is that PCC belongs to union territories. അതായത് SPCB എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിന് ഇതേ ഫംഗ്ഷൻ ചെയ്യാനായിട്ടുള്ള ബോഡിയാണ് പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റീസ് അഥവാ PCCs എന്ന് പറയുന്നത്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റുകളിലുള്ള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൗണ്ടർ പാർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട് ഒരു കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് KSPCB. KSPCB is a board of Department of Health and Family Welfare, Government of Kerala. അപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് KSPCB അഥവാ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്.
This board is charged with enforcing laws related to environmental protection. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ലോസ് എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതല. ഫോം ചെയ്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞ വാട്ടർ ആക്ടിന്റെ കീഴിലാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 1974 സെപ്റ്റംബർ 12 ഫോം ചെയ്യുന്നത്. ഇപ്പോഴത്തെ കേസിൽ അതിന്റെ ആ ഒരു ഗവേണിംഗ് ബോഡിയിൽ മിനിസ്റ്റർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് പിണറായി വിജയനാണ്. അദ്ദേഹമാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ഹോം അഫയേഴ്സ്, വിജിലൻസ് ഈ മിനിസ്ട്രീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മിനിസ്ട്രി റെസ്പോൺസിബിൾ KSPCBയുടെ മിനിസ്റ്റർ എന്ന് പറയുന്നത് പിണറായി വിജയൻ. പിന്നെ എക്സിക്യൂട്ടീവ് ഏജൻസിയിൽ വരുന്നതിൽ ചെയർമാൻ ഡോക്ടർ S ശ്രീകല, അതുപോലെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ ഷീല AM. ഇവർ രണ്ടുപേരാണ് എക്സിക്യൂട്ടീവ് ഏജൻസിയിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഒരു വാട്ടർ ആക്ട്, എയർ ആക്ട്, പിന്നെ അതിന്റെ കീഴിൽ വന്ന സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പിന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇത്രയും കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്കിത് ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷനും ഐഡിയ ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.